സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ നേതാവല്ലല്ലോ. സുരേഷ് ഗോപി ഒരു സിനിമാ പ്രവർത്തകനാണ് ആത്യന്തികമായിട്ട്. സുരേഷ് ഗോപി ചെയ്യുന്ന സോഷ്യൽ ആക്ടിവിറ്റിക്ക് ഒരു മാർക്ക് കൊടുക്കണ്ടേ? എന്തൊക്കെ ചോദ്യങ്ങളാണ്? അദ്ദേഹം സംസാരിച്ചാൽ കുഴപ്പം, സംസാരിച്ചില്ലേ കുഴപ്പം, ഭക്ഷണം കഴിക്കാൻ കൈ കഴുകിയാൽ കുഴപ്പം, കൈ കഴുകിയില്ലെങ്കിൽ കുഴപ്പം, ചിരിച്ചാൽ കുഴപ്പം, ചിരിച്ചില്ലെങ്കിൽ കുഴപ്പം. ഇതെന്തിനാണ് ഒരാളുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്? അപ്പോൾ അദ്ദേഹം ഇറിറ്റേറ്റ് ആവില്ല, സ്വാഭാവികമല്ലേ? എന്തിനാണത്? CPM-ൻ്റെയും DYFIയുടെയും നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഇവരൊക്കെ വ്യാപകമായിട്ട് BJP-യിലേക്ക് ചേരുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഈ സന്ദീപ് വാര്യർ വിട്ടുപോയതിനെ കുറിച്ച് എന്താണ്? സന്ദീപ് വാര്യർ വിട്ടുപോയ ക്ഷീണമായില്ലേ സത്യത്തിൽ? അല്ല, BJP-ക്കകത്ത് ഏത് പ്രവർത്തകനും വിട്ടുപോകുന്നത് ഞങ്ങൾക്ക് ക്ഷീണമല്ല, ഞങ്ങൾക്ക് വിഷമമുണ്ടാകും. BJP വിട്ടുപോയപ്പോൾ അതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് യൂട്ടേണായി പറഞ്ഞു. അതെങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പോകാൻ പാടില്ലായിരുന്നു എന്ന വിശ്വാസം ഇപ്പോൾ ഞങ്ങൾക്കുണ്ട്. കേരളത്തിൽ എയിംസ് വരുമോ? തീർച്ചയായിട്ടും വരും. സംസ്ഥാനങ്ങളെ പരിഗണിക്കുന്നത് ഒരു ശതമാനം പോലും ഏതിലാണ് ഇവർ അവഗണിക്കപ്പെടുന്നത്? സംസ്ഥാന സർക്കാർ പറയട്ടെ, ഏതിലാണ്? ഏത് ചീഞ്ഞാലാണ് BJP-ക്ക് വളമാകാം? CPM ആണോ അതോ കോൺഗ്രസ് ആണോ? അല്ല, അതില് രണ്ടു കൂട്ടരും ഞങ്ങൾക്ക് ഒരുപോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിലവിൽ ഇനിയും കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും BJP-യിലേക്ക് ആളുകൾ വരുമെന്നാണ് BJP എപ്പോഴും അവകാശപ്പെടുന്നത്. അത് വെറുതെ അങ്ങനെ ഒരു ആളുകളെ കൂട്ടാൻ വേണ്ടി പറയുന്നതാണോ അതോ ഒരു അവകാശവാദം എന്ന നിലയിൽ പറയുന്നതാണോ? അതിനകത്ത് എത്രതരം യാഥാർത്ഥ്യമുണ്ട്? ഇപ്പൊ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഒരു പക്ഷേ ഹെവി വെയിറ്റ് ആയിട്ടുള്ള നേതാക്കന്മാർ വരുന്നത് കുറവായിരിക്കാം. അത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന നേതാക്കന്മാർക്കൊക്കെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നത് ജയിക്കാനും മത്സരിക്കാനും ജയിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ BJP-യിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചേക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആശങ്കയൊക്കെ അവർക്കുണ്ട്. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് വലിയ വലിയ നേതാക്കന്മാർക്ക് വരാൻ ഒരു വൈഷമ്യം ഉണ്ടാവും, വൈമുഖ്യം ഉണ്ടാവും. പക്ഷേ അതിന് താഴെ ലെയറിലുള്ള ധാരാളം ആളുകൾ BJP-യിലേക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അറ്റം വരെ വ്യാപകമായ തോതിൽ CPM-ൽ നിന്നും കോൺഗ്രസ് നിന്നും ആളുകൾ BJP-യിലേക്ക് ചേരുന്നുണ്ട്. അങ്ങനെയാണല്ലോ BJP-ക്ക് ആളുകൾ വരുന്നത്. ഇല്ലെങ്കിൽ BJP എങ്ങനെ വളരാനാണ്? പ്രത്യേകിച്ച് CPM എന്ന് ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത, CPM-ന് ധാരാളം ആളുകൾ, CPM കേഡറുകളായിട്ടുള്ള ആളുകൾ, CPM-ൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ആയിട്ടുള്ള ആളുകൾ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരൊക്കെ ആയിട്ടുള്ള ആളുകൾ, CPM-ൻ്റെയും DYFIയുടെയും നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ വ്യാപകമായിട്ട് BJP-യിലേക്ക് ചേരുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. തങ്ങൾ ചോദിച്ചതുപോലെ വലിയ വലിയ നേതാക്കന്മാർ ഒരുപക്ഷെ വരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരും വരും. കാരണം അവർക്കൊരു വിശ്വാസമാണല്ലോ. ആ വിശ്വാസത വന്നാൽ അവരും വരും. ഈ CPM BJP അന്തർധാര ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ? ഞങ്ങൾക്കൊരു പാർട്ടിയുമായിട്ടും അന്തർധാരയില്ല. BJP-ക്ക് കാരണം BJP CPM രാഷ്ട്രീയത്തെ പ്രതിരോധിച്ചുകൊണ്ട് കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ളൊരു പാർട്ടിയാണ്. ഞങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ എതിരിടുമ്പോഴും കേരളത്തിൽ BJP വന്നിട്ടുള്ളത് CPM-യുമായിട്ട് മുഖാമുഖം നിന്നുകൊണ്ടാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് CPM. ഇപ്പോൾ നോക്കൂ, ഇന്നലെ ഒരു വിഷയത്തിൻ്റെ പേരിൽ പയ്യന്നൂരിൽ ഒരു പ്രകടനം നടത്തിയ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ റോട്ടിലിട്ടടിച്ച പാർട്ടിയാണ് CPM. ഏത് വിഷയമുണ്ടായാലും ഈ നാട്ടിൽ ആർക്കും പ്രകടനം നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. ഒരു പ്രകോപനമില്ലാത്തൊരു പ്രകടനം നടത്തിയാൽ അടി വാങ്ങി വെക്കുന്ന പാർട്ടിയാണ് BJP. ആ BJP-യും CPM തമ്മിൽ അന്തർധാരയുണ്ട് എന്ന് പറയുന്നത് എന്ത് യുക്തിയാണുള്ളത്? ഞങ്ങൾ ഓരോ സ്ഥലത്തും CPM-യുമായിട്ട് മുഖാമുഖം നിൽക്കുകയാണ്. CPM-ന്ന് BJP-യിലേക്ക് ആളുകളെ കൊണ്ടുവരികയാണ് ഞങ്ങൾ. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഏത് ചീഞ്ഞാലാണ് BJP-ക്ക് വളമാകാം? CPM ആണോ അതോ കോൺഗ്രസ് ആണോ? അല്ല, അതിൽ രണ്ടു കൂട്ടരും ഞങ്ങൾക്ക് ഒരുപോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം രണ്ടു കൂട്ടരും രാഷ്ട്രീയം ഒന്നാണ്. ഞങ്ങൾ ഇപ്രാവശ്യം ശ്രമിക്കുന്നത്, ഞങ്ങൾ മൂന്നാമത്തെ പാർട്ടിയാണ്. 3-ൽ നിന്ന് 2-ലേക്ക് എത്തണം. ആ സമയത്ത് ആളാണ് കേരളത്തിൽ ഒന്നാമത് എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് കേരളത്തിൽ ഒന്നാമത്തെ പാർട്ടി കണക്കുകൂട്ടലുണ്ടാവുമല്ലോ നമുക്ക്. ഈ പറയുന്ന പോലെ UDF ആണ് ഇനിയിപ്പം വരുമെന്നൊരു പ്രതീക്ഷ UDF നേതാക്കന്മാർ വളരെ വ്യാപകമായി ആത്മവിശ്വാസത്തിലാണ്. കാരണം ഈ തദ്ദേശ ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം അതാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ളൊരു കാറ്റാണ് കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എവിടെയാണ് നിങ്ങൾക്കൊരു പ്രതീക്ഷ? കേരളത്തെ കുറിച്ച് അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ മാത്രം അങ്ങനെയാണ് 2020 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് ഫലമല്ലല്ലോ 2021 പ്രതിഫലിച്ചത്. ഫലം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു ആത്മവിശ്വാസം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പാർട്ടികളും ഒരേ നിലപാടാണ്. കാരണം ഞങ്ങളൊരു വിജയിക്കുന്ന ഘട്ടം വരുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിക്കും. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
അപ്പം അതുകൊണ്ട് രണ്ടു കൂട്ടരെയും ഒരേപോലെ ഞങ്ങൾ എതിർക്കണം. കാരണം രണ്ടു കൂട്ടർ ഇപ്പോൾ BJP മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനാണല്ലോ രണ്ടു കൂട്ടർ. ഇപ്പോൾ നിയമസഭയിൽ ആർക്കെതിരായിട്ട് ഇവർ സംയുക്ത പ്രമേയം പാസ്സാക്കുന്നത് BJPക്കെതിരായിട്ടാണ്, കേന്ദ്ര സർക്കാരിനെതിരായിട്ടാണ്. ഇവിടെ ക്യാമ്പയിൻ എന്താണ്? ഇപ്പോൾ VD സതീശൻ്റെ ജാഥയുണ്ട്. എന്താണ് VD സതീശൻ്റെ ഒന്നാമത്തെ മുദ്രാവാക്യം? നരേന്ദ്രമോദിക്കെതിരായിട്ടാണ്. ഗോവിന്ദമാഷ ജാഥയുണ്ട്, അതിൻ്റെ മുദ്രാവാക്യം അത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണ്. അപ്പോൾ രണ്ടു കൂട്ടരും നരേന്ദ്രമോദിക്കും BJPക്കും എതിരായിട്ടാണ് കേരളത്തിലും പ്രചരണം നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൂട്ടർ ഒന്നാമത്തെ എതിരാളി, രണ്ടാമത്തെ എതിരാളിയില്ല. രണ്ടു കൂട്ടരും ഒരേപോലെ എതിരാളികളാണ്. ചില സ്ഥലത്ത് ഞങ്ങൾക്ക് കോൺഗ്രസിനാണ് തോൽപ്പിക്കേണ്ടത്, ചില സ്ഥലത്ത് ഞങ്ങൾ CPM-നാണ് തോൽപ്പിക്കേണ്ടത്. അത്രയുള്ള വ്യത്യാസം. ഈ രാജീവ് ചന്ദ്രശേഖരൻ വരുന്നതിന് ശേഷം എന്താണ് താങ്കൾ കാണുന്ന ഒരു മാറ്റം BJP-യിൽ? ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒന്ന്, കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ, പരമ്പരാഗതമായ ശൈലി മാറി മുമ്പോട്ട് പോകാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ലീഡർഷിപ്പ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വികസിത കേരളം എന്നുള്ളൊരു അജണ്ട വെച്ചു. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും ഈ ദൈനംദിന രാഷ്ട്രീയം വളരെ സജീവമായിട്ടുള്ള സംസ്ഥാനത്ത്, അതും വളരെ അതിസങ്കീർണമായിട്ടുള്ള ന്യൂനപക്ഷ രാഷ്ട്രീയമൊക്കെ വലിയ തോതിൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് വികസനം പോലെയുള്ള ഒരു അജണ്ട BJP പാർട്ടി അത്തരം അജണ്ട മുമ്പോട്ട് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ആ നിലപാട് ഒരു ഘട്ടത്തിലും ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയില്ല. അദ്ദേഹം പുറകോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ BJP മുമ്പോട്ട് പോയിട്ടില്ല. കാരണം ഞങ്ങൾ വികസിത കേരളം എന്നുള്ള അജണ്ട വെച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ നേരിടുന്ന സമയത്ത് ധാരാളം മറ്റു പ്രശ്നങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ആ വിഷയമൊക്കെ അഡ്രസ് ചെയ്തു. ശബരിമല കൊള്ള വിഷയം വന്നു, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വന്നപ്പോൾ ഞങ്ങൾ ആ വിഷയം അഡ്രസ് ചെയ്തു, ഞങ്ങൾ പ്രക്ഷോഭം നടത്തി. പക്ഷേ ഞങ്ങൾ ഒരിക്കലും മറ്റേ അജണ്ട കൈവിട്ടിട്ടില്ല. സാധാരണ കേരളത്തിൽ ഒരു അജണ്ട വരുമ്പോൾ മറ്റേ അജണ്ട കൈവിടും. അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു അജണ്ട കൈവിടാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞൊരു 6 മാസക്കാലത്ത് ഏറ്റവും കൂടുതൽ BJP കേരള ഘടകത്തിന് ഒരു പ്രൊഫഷണൽ ടച്ച് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്. അപ്പോൾ അതിൻ്റെ ഒരു മികവ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു സംതൃപ്തമായ രീതിയിലുള്ള അക്കോമഡേഷൻ BJPക്കകത്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ആരും ഇപ്പോൾ വെറുതെ ഇരിക്കുന്നില്ല. ചെറുതാകാം വലുതാകാം BJPയുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള കോർ കമ്മിറ്റി അംഗങ്ങൾ മുതൽ താഴെയുള്ള ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർക്ക് വരെ ചുമതലകൾ വീതിച്ചു കൊടുത്തുകൊണ്ട്, വർക്ക് അസൈൻ ചെയ്തു കൊടുത്തുകൊണ്ട്, ഒരു വലിയ വർക്ക് ഡിവിഷൻ നടത്തിക്കൊണ്ട് എല്ലാവരെയും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഇൻവോൾവ് ചെയ്യിക്കാൻ അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ശാസ്ത്രീയമായ പദ്ധതി അദ്ദേഹത്തിനുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ വിജയകരമായി പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതിർന്ന നേതാക്കന്മാരും പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിൽ പോകുന്ന ആളുകൾക്കും ഇതൊക്കെ അക്സെപ്റ്റബിൾ ആയിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഒരു രാവിലെ തന്നെ ഷെഡ്യൂൾഡ് ആയിട്ട് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്ന പോലെ രാവിലെ തന്നെ എല്ലാവരെയും വിളിച്ച് ഉണർത്തി കാര്യങ്ങൾ രാവിലെ പുലർച്ചെ തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, പിന്നെ ഇത് എത്രത്തോളം പ്രവർത്തിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ ജോലി പോലെയല്ലല്ലോ കാണുന്നത്. തീർച്ചയായും നമ്മുടെ ഒരു ജീവിതചര്യയാണത്. അത് നമ്മൾക്കൊരു നിശ്ചിത സമയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു ചാർട്ടേഡ് ആയിട്ടാണ് അത് ചെയ്തു പോകുന്നത്. അപ്പം ഈ പരമ്പരാഗത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായി മുതിർന്ന നേതാക്കന്മാർക്ക് അദ്ദേഹം വന്ന് മുന്നോട്ട് വെച്ചതൊക്കെ ഒരു അസ്വാരസ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഒരു എല്ലാവരും അക്സെപ്റ്റബിൾ ആണോ? അത് സ്വാഭാവികമായിട്ടും ആകും. കാരണം അങ്ങനെ അത് കൃത്രിമമായിട്ടുണ്ടാവുന്നില്ലല്ലോ. നമ്മൾ ഒരാൾക്കൊരു ടാർഗറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ എനിക്കൊരു ടാർഗറ്റ് തരുന്നു. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത് എൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യം കൂടിയാണല്ലോ. എൻ്റെ കഴിവ് പ്രൂവ് ചെയ്യപ്പെടേണ്ടത് എനിക്ക് തരുന്നൊരു ടാർഗറ്റ് പൂർത്തീകരിക്കുമ്പോഴാണല്ലോ എൻ്റെ ഒരു ഓർഗനൈസേഷനിലെ എബിലിറ്റി പ്രൂവ് ചെയ്യപ്പെടുക. അപ്പോൾ അത് ഓരോരുത്തർക്കും ആവശ്യമാണ്. അത് വരുന്ന സമയത്ത് കുറച്ച് നേരത്തെ എഴുന്നേക്കാനും കുറച്ച് കൂടുതൽ അധ്വാനിക്കാനും എല്ലാവരും തയ്യാറാകും. നിങ്ങൾ നേരത്തെ ഇത്ര സമയം പ്രവർത്തിക്കണം, ഇന്ന മണിക്ക് എഴുന്നേക്കണം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് നിങ്ങൾ പൂർത്തീകരിക്കണം. പക്ഷെ അദ്ദേഹം ആ ടാർഗറ്റ് തരുന്നതിപ്പോൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് വേണമല്ലോ. അതാണല്ലോ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി. ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി അതാണല്ലോ. അത് ഈ രാജ്യത്ത് നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള ശീലമാണ്. അത് ശരിക്കും രാജ്യത്ത് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിലേറെയായിട്ട് മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം അദ്ദേഹം കൊണ്ടുവന്ന രീതിയാണ്. അദ്ദേഹം സർക്കാരിനെ മുമ്പോട്ട് നയിക്കുന്നത് അങ്ങനെയാണ്. BJP ദേശീയ തലത്തിൽ അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ഏറ്റവും വലിയ തീരുമാനങ്ങൾ BJPക്ക് എടുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ 44 വയസ്സുള്ള ഒരാളെയാണ് BJP ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ധൈര്യം കാണുമോ? അത് ആ പ്രവർത്തനത്തിൻ്റെ ശൈലിയുള്ളത് കൊണ്ടാണ്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഈ പാർട്ടി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് എല്ലാവരും രാജീവ് ചന്ദ്രശേഖർ വന്നു,
അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈൽ കൊണ്ടുവരുന്നു. ആ സ്റ്റൈലിൻ്റെ കൂടെ എല്ലാവരും നിൽക്കും. കാരണം ഇതൊരു കൂട്ടുത്തരവാദിത്തമുള്ള പാർട്ടിയാണ്. അത് സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു ശൈലിയും അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയും ഒക്കെ ഉണ്ടല്ലോ. ഒരു വിഷയം വന്നാൽ അതിന്റെ പ്രതികരണവും ഒക്കെ നമ്മൾ ഇപ്പം താങ്കൾ സംസാരിക്കുമ്പോൾ എനിക്കറിയാം എവിടം വരെ പോകും, ഏത് രീതിയിൽ സംസാരിക്കും എന്നൊരു ധാരണയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അതിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമില്ലേ? അല്ല, അതുണ്ടാവില്ല. കാരണം ഈ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള ആളുകളും ഇദ്ദേഹമൊക്കെ ഏതാണ്ട് സമകാലികരായിട്ടുള്ള ആളുകളാണ്. ഇദ്ദേഹം ദേശീയ തലത്തിൽ ധാരാളം ചുമതലകൾ വഹിച്ചിട്ടുള്ള, ധാരാളം സംസ്ഥാനങ്ങൾ പ്രഭാരിയായിട്ടുള്ള, കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരെക്കാൾ കൂടുതൽ വലിയ നേതാക്കന്മാരുള്ള സംസ്ഥാനങ്ങൾ പ്രഭാരിയായി പ്രവർത്തിച്ചിട്ടുള്ള നല്ല മെയ്വഴക്കവും മാനേജ്മെൻറ്റ് സ്റ്റൈലും ഒക്കെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കേരളത്തിൽ വന്നപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊതുവേ എല്ലാവരും ഒരു കോൺഫിഡൻസോടുകൂടി മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ സന്ദീപ് വാര്യർ വിട്ടുപോയതിനെ കുറിച്ച് എന്താണ്? സന്ദീപ് വാര്യർ വിട്ടുപോയ ക്ഷീണമായില്ലേ സത്യത്തിൽ? അല്ല, BJPക്കകത്ത് ഏത് പ്രവർത്തകനും വിട്ടുപോകുന്നത് ഞങ്ങൾക്ക് ക്ഷീണമല്ല, ഞങ്ങൾക്ക് വിഷമമുണ്ടാകും. ആരെങ്കിലും ഒരാൾ വിട്ടുപോയത് കൊണ്ട് BJPക്ക് ഒരു ക്ഷീണവും കേരളത്തിലും ഉണ്ടായിട്ടില്ല, കേന്ദ്രത്തിലും ഉണ്ടായില്ല. ഇതിനേക്കാൾ വലിയ നേതാക്കന്മാരെ BJP വിട്ടുപോയിട്ടില്ലേ? വലിയ വലിയ നേതാക്കന്മാർ. ഇപ്പോൾ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ഉമാഭാരതി ഒരു കാലത്ത് രാജ്യം മുഴുവനുള്ള ഒരു വലിയ ക്രൗഡ് പുള്ളറായിരുന്നു ഉമാഭാരതി. ആ ഉമാഭാരതി BJP വിട്ടുപോയിട്ടില്ല. BJP ക്ഷീണിച്ചു ഇല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. ശങ്കർ സിംഗ് വഗേല മത്സരിക്കാൻ പോവുകയാണ് അദ്ദേഹം. അപ്പൊ മത്സരത്തിൽ ജയിക്കും കൂടെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. അദ്ദേഹം മറ്റൊരു പാർട്ടി, അദ്ദേഹം വ്യക്തിയല്ല, പാർട്ടിയല്ല, അദ്ദേഹം മറ്റൊരു പാർട്ടിയിലാണ്. അദ്ദേഹം ആ പാർട്ടിക്ക് സീറ്റ് കൊടുത്തിട്ട് ജയിക്കുന്നുണ്ട്, ജയിച്ചോട്ടെ, ഞങ്ങൾക്ക് എന്താ വിരോധം? കേരളത്തിൽ ജയിക്കുന്ന കോൺഗ്രസ്സുകാരെ പോലെയാണ് അദ്ദേഹം, വ്യത്യാസമൊന്നുമില്ല. പിന്നെ അദ്ദേഹം ആകെ ചെയ്തിട്ടുള്ളത് BJP വിട്ടുപോയപ്പോൾ അതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് U-turn ആയി പറഞ്ഞു. അതെങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. കുറച്ച് സമയമെടുത്ത് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ അത്രയല്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വേവലാതില്ല. ജനം അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്തുമല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ മാറാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ധാരാളം ആളുകൾ മാറുകയും ചെയ്യും. പക്ഷെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഏതെങ്കിലും ചില കാരണങ്ങൾ, പ്രത്യേകിച്ച് വ്യക്തിപരമാവാം, സംഘടനാപരമാവാം, എന്തുമാവാം, അതിൻ്റെ പേരിൽ മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടി വരുന്നത് കേരളത്തിൽ പൊതുവെയുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പോയിട്ടുള്ള ആളുകൾ ആരും പോയതിൻ്റെ അടുത്ത നിമിഷം മുതൽ ഇത്രയും കാലം പറഞ്ഞതിനെ എല്ലാം തള്ളിപ്പറയുന്ന രീതി ഞാൻ ഇത് കണ്ടിട്ടില്ല. അതിപ്പോൾ പുതിയതായിട്ട് കാണുകയാണ്. അതെങ്ങനെ സാധിക്കുന്നത് ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്. പക്ഷേ എനിവേ അത് നല്ലത് വരട്ടെ എന്ന് ഞാൻ ദീർഘകാലം ഒരു പാർട്ടിക്കൊപ്പം നിന്ന് ആ പാർട്ടിയുടെ ചൂടും ചൂരും ഒക്കെ അറിഞ്ഞൊരു മനുഷ്യനായിരിക്കുമല്ലോ. അപ്പൊ പെട്ടെന്ന് കളം മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്ഷീണം, എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ കുറേയും കൂടി ധാരണയുള്ള ഒരാൾ പോകുമ്പോൾ അത് ഏശാതിരിക്കുവോ? BJPക്കകത്ത് അങ്ങനെ ഏശാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ പോകുന്ന സമയത്ത് നമുക്ക് ഒരു പ്രയാസമുണ്ട്. കാരണം നമ്മുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ, നമുക്ക് ഏറ്റവും സൗഹൃദമുള്ള ഒരാൾ, അയാൾ പോകുന്ന സമയത്ത്, കാരണം BJP ഓരോ കാര്യകർത്താവിനെയും വളർത്തിക്കൊണ്ടുവരുന്നത് കഷ്ടപ്പെട്ടാണ്. BJPക്കകത്ത് സ്വന്തം കഴിവ് കൊണ്ട് വളർന്നു വരുന്നവരെല്ലാവരും, മഹാഭൂരിപക്ഷമുള്ള സ്വന്തം കഴിവ് കൊണ്ട് BJPക്കകത്ത് വളരുന്നവർ വിരലെണ്ണാവുന്ന ആളുകളെ. ബാക്കി എല്ലാവരെയും പാർട്ടി വളർത്തിക്കൊണ്ട് വരികയാണ്. അവസരം കൊടുത്ത്, അവരെ സഹായിച്ച്, മോട്ടിവേറ്റ് ചെയ്ത്, അവരെ പ്രവർത്തിപ്പിച്ച്, ചുമതല നൽകി വളർത്തിക്കൊണ്ട് വരികയാണ്. അപ്പം ഞങ്ങൾക്കൊരു കാര്യകർത്താവിനെ, ഒരു പ്രവർത്തകനെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ കുറച്ച് എഫേർട്ട് ഉണ്ട്. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണം. പാർട്ടിയാകെ, ഒരു സംഘടനയാകെ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരാളെ വളർത്തിക്കൊണ്ട് വരുന്നൊരു ഘട്ടത്തിൽ പെട്ടെന്ന് അയാൾ പോകുന്ന സമയത്ത് അതുവരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റാണല്ലോ. അതിൻ്റെ ഒരു പ്രയാസവും ക്ഷീണവും, അതിൻ്റെ ഒരു പ്രയാസവും സങ്കടവും ഒക്കെ ഉണ്ടാകും. പക്ഷേ സംഘടനാപരമായിട്ട് ഒരു ക്ഷീണവും ഒരാൾ പോയാലും, ഇപ്പം സന്ദീപരമായി ഇപ്പം നാളെ ഞാൻ പോയാലും അല്ലെങ്കിൽ കേരളത്തിലെ ഏത് നേതാവ് പോയാലും BJPക്കകത്ത് ഒരു പാർട്ടി എന്ന നിലക്ക്, സംഘടന എന്ന നിലക്ക് ഒരു ക്ഷീണവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പോകാൻ പാടില്ലായിരുന്നു എന്ന വിശ്വാസം ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. പക്ഷേ സംഭവിച്ചു പോയി. കേരളത്തിൽ എയിംസ് വരുമോ? തീർച്ചയായിട്ടും വരും. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ കുറെ കാലമായി. പ്രതീക്ഷയുണ്ടോ? അല്ല, അതിന് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. കാരണം എയിംസ് എന്ന് പറയുന്നത് BJP കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ലല്ലോ. കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റ് അകത്തും പുറത്തും പറഞ്ഞു കേരളത്തെക്കുറിച്ച്, കേരളത്തിൽ എയിംസ് വേണമെന്ന്. പക്ഷെ ഇവർ ഏറ്റെടുത്തിട്ടുള്ള സ്ഥലം, സർക്കാർ പറയുന്ന സ്ഥലം, കോഴിക്കോട് സ്ഥലം ഏറ്റെടുത്തു എന്നുള്ളത്, അതിനെക്കുറിച്ച് അതിൻ്റെ പരിശോധന നടത്തിയിട്ടുണ്ടോ? അതിനൊക്കെ ഗവൺമെൻറ് അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. ഇത് സംബന്ധിച്ച് ഡയലോഗ് നടന്നിട്ടുണ്ടോ? ഈ ഗവൺമെൻറ് ഇങ്ങനെ പുറത്തു പറയാന്നല്ലാതെ എയിംസ് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അത് പൂർത്തിയാക്കിയാൽ എയിംസ് വരും. ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് പല സ്ഥലത്ത് എയിംസ് വരുമെന്ന് പറയുന്നു. ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം. ആ സമയത്ത് അദ്ദേഹത്തെ തിരുത്തി താങ്കൾ പറയുന്നു സുരേഷ് ഗോപിയുടെ നിലപാടല്ല, പാർട്ടിയുടെ നിലപാടാണ്, BJPയാണ്. BJPക്ക് ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് കേരളത്തിൽ എയിംസ് വരണം എന്നുള്ളതാണ്.
കേരളത്തിൽ 14 ജില്ലകളിൽ ഏത് ജില്ലയിൽ എയിംസ് വന്നാലും BJP കേരള ഘടകം ഹാപ്പിയാണ്. കേരളത്തിൽ എയിംസ് വരണം. പിന്നെ ഓരോരുത്തരും അവരവരുടെ സ്ഥലത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്. അത് സ്വാഭാവികം, അതേ തെറ്റ്. ഓരോരുത്തരും ആഗ്രഹിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നത്. കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുക സംസ്ഥാന സർക്കാരുമായിട്ട് ആലോചിച്ചാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായത്തിന് തന്നെയായിരിക്കും മുൻഗണന കിട്ടുക. പക്ഷേ ആ അഭിപ്രായം സ്വീകാര്യമാകുന്ന അഭിപ്രായമാകണം. എയിംസ് കൊണ്ടുവരാൻ സാധിക്കുന്ന പശ്ചാത്തല സൗകര്യമെല്ലാം ഉണ്ടാവണം, എല്ലാ കണക്ടിവിറ്റി ഉണ്ടാവണം. അത്തരമൊരു സ്ഥലം ഇപ്പോൾ ഇവരെ ഏറ്റെടുത്തു എന്ന് പറയുന്ന സ്ഥലത്ത് അതെല്ലാം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു കൃത്യമായൊരു നിലപാട് കേന്ദ്രത്തെ അറിയിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു പരിശോധന ഒന്നും, അങ്ങനെയാണെങ്കിൽ വിദഗ്ധ സംഘം ഡൽഹിയിൽ നിന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധനയൊന്നും ഇതുവരെ പൂർത്തിയായിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് സംസ്ഥാന സർക്കാർ സാങ്കേതികതയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണോ? തീർച്ചയായും ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. കാരണം തത്വത്തിൽ കേരളത്തിന് എയിംസ് വേണമെന്ന് കേന്ദ്രം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ പല എയിംസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കേണ്ട കാര്യങ്ങളിൽ രാഷ്ട്രീയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും കിട്ടാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതിന് രാഷ്ട്രീയ കണ്ണോടുകൂടി ഉള്ള സമയമാണ്. ഇപ്പോൾ കേരളത്തിന് കിട്ടേണ്ട ഫണ്ട് എന്തുകൊണ്ടാണ് ലാപ്സ് ആവുന്നത്? അത് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എത്ര കോടിക്കണക്കിന് രൂപയാണ് കിട്ടുക? എന്തുകൊണ്ടാണ് കേന്ദ്രം അത് തള്ളുന്നത്? ഒരു സംസ്ഥാന സർക്കാർ നിരവധി തവണ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, ഇന്ന പ്രശ്നങ്ങളുണ്ട്, കേന്ദ്ര ഫണ്ട് വേണം എന്നാവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് തള്ളാൻ കാരണം? അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാക്കണം, നിബന്ധനകൾ പൂർത്തിയാക്കണം. കേന്ദ്രം പണം അനുവദിക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ടല്ലോ. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് അനുവദിക്കുന്ന പണം അത് PMC പദ്ധതിക്കാണ് അനുവദിക്കുന്നത്. ആ പദ്ധതി അംഗീകരിച്ചാലേ ആ പണം കിട്ടുകയുള്ളൂ, അല്ലാതെ കിട്ടുകയില്ലല്ലോ. രണ്ടാമത് പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന പണം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താലേ പണം കിട്ടുള്ളൂ. ഇവർ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കേന്ദ്ര പണം എന്തുകൊണ്ടാണ് പലപ്പോഴും മുടങ്ങിക്കിടക്കുന്നത്? ഓഡിറ്റിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വയനാട് പുനരധിവാസം കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ട പണം കൊടുത്തിട്ടുണ്ടല്ലോ. കേരള ഗവൺമെൻറ് ഞങ്ങൾക്ക് 2000 വേണം 3000 വേണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും പാക്കേജ് ഇവർ കൊടുത്തിട്ടുണ്ടോ? ഇവരാകെ 900 കോടിയുടെ പാക്കേജല്ലേ കൊടുത്തിട്ടുള്ളൂ. അതിനിപ്പോൾ തന്നെ 750 കോടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്താവനകളല്ലല്ലോ ഒരു ഗവൺമെൻറ്റിനോട് സംസാരിക്കേണ്ടത്. ഹൈക്കോടതി തന്നെ ചോദിച്ചതാണല്ലോ. നിങ്ങൾ 4000 കോടിക്ക് 2000 കോടി പറയുന്നു, അതിനെന്താണ് പ്രൊജക്റ്റ് ഉള്ളത്? ഇവരെന്ത് പ്രൊജക്റ്റാണ് കൊടുത്തിട്ടുള്ളത്? ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇവരാകെ 350 700 600 കുടുംബങ്ങൾ എന്ന് പറഞ്ഞു, 450 പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് 4000 കോടിയാണ്. ഒരു വയബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് കൊടുത്തിട്ടില്ലല്ലോ. ടൗൺഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു പ്രൊജക്റ്റ്, അതിനാവശ്യമായ പണം കൊടുത്തിട്ടുണ്ടല്ലോ. അവരോട് ഹൈക്കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് സത്യവാങ്മൂലം ചെയ്തിട്ടു ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി കൊടുത്ത പണം അതിന് ചെലവഴിച്ചോളാൻ വേണ്ടി പറഞ്ഞു. അതിലേക്കും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും. കാരണം മന്ത്രിസഭാ സബ് കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പണം കൊടുക്കാൻ സാധിക്കുള്ളൂ. മന്ത്രിസഭാ സബ് കമ്മിറ്റി ഇവിടെ കേരളത്തിൻ്റെ പാക്കേജ് റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടവേളയിൽ കേസ് വന്നപ്പോൾ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം കൊടുത്തു. ഈ പണം അവർക്ക് ചെലവഴിക്കാൻ അനുവാദം കൊടുത്തു. ധനകാര്യമന്ത്രിക്ക് കത്തയച്ചു, നിങ്ങൾ ചെലവഴിച്ചോളൂ, കേന്ദ്ര ഗവൺമെൻറ് ഈ പാക്കേജിൻ്റെ കാര്യം തീരുമാനമായി പണം തരും. സർക്കാരിന് നിയമപരമായിട്ടല്ലേ ചെയ്യാൻ വേണ്ടി സാധിക്കുക. സർക്കാർ നിയമപരമായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇതിനൊന്നും കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഈ ദുരന്തം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2024 ജൂലൈ മാസം നടന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ 2025 കഴിഞ്ഞ് 2026 എന്ത് ഈ ടൗൺഷിപ്പിന് ഇത്രയും വൈകിയത്? ഇനി ശരി, ഞാനൊരു കാര്യം പറയാം. കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല, രാഷ്ട്രീയ ആയുധമായിക്കോട്ടെ. ഈ ടൗൺഷിപ്പിന് ആവശ്യമായിട്ടുള്ള പണം സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ടല്ലോ. ഈ ഗവൺമെൻറ് എത്ര എളുപ്പത്തിൽ പറയുന്നത് കേന്ദ്രം ഒന്നും തന്നില്ല, ഞങ്ങൾ പണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് വന്ന പണം ഉണ്ടല്ലോ, ആ പണം ചെലവഴിക്കാമല്ലോ. അപ്പോൾ സർക്കാരിന് അങ്ങനെ ഒരു പ്ലാനുമില്ല. ഈ 2 വർഷം കാത്തിരിക്കേണ്ട കാര്യം എന്താണ്? 2 വർഷം ആ പാവങ്ങൾ എവിടെയാണ് താമസിച്ചത്? ഇവർ വാടക കൊടുക്കുമെന്ന് പറഞ്ഞ് വാടക കൊടുത്തിട്ടില്ല. ഇപ്പോൾ ടൗൺഷിപ്പ് പണി ആരംഭിച്ച ശേഷം ഉള്ള വാടകയും കൊടുക്കാതാവും. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് സമീപനം വികസനത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകളുമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് വഴക്കുണ്ടാക്കാൻ വേണ്ടി പോയിട്ടില്ല. ഇപ്പോൾ
കേരളത്തെക്കാൾ കൂടുതൽ വിമർശിക്കുന്നത് ഒരു തരത്തിലുള്ള അവഗണനയും കേരളത്തോട് കാണിക്കുന്നില്ല എന്ന് തന്നെയാണ്. എന്താ സംശയം? അവഗണന ഉണ്ടെങ്കിൽ മറ്റ് അവർ പറയട്ടെ. സംസ്ഥാനങ്ങളെ പരിഗണിക്കുന്നത് എന്താ ഒരു ശതമാനം പോലും കേരളം ഏതിലാണ് ഇവർ അവഗണിക്കപ്പെടുന്നത്? സംസ്ഥാന സർക്കാർ പറയട്ടെ ഏതിനാണ്. അർഹതപ്പെട്ട പണം എവിടെയാണ് കിട്ടാതിരുന്നിട്ടുള്ളത്? ഇവർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്നുള്ളതാണ് കേസ്. ആ കേസ് എങ്ങനെ തീർന്നത്? ഒരു സബ്സ്റ്റാൻഷ്യൽ എവിഡൻസും സംസ്ഥാന സർക്കാർ അഭിഭാഷകന് സുപ്രീം കോടതി വെക്കാനുണ്ടായില്ല. കാരണം നിയമപരമായിട്ട് കേരളത്തിന് അർഹതപ്പെട്ടെന്ന് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെക്കുന്നു എന്ന് കോടതിയിൽ അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ കോടതി ഉത്തരവിറക്കുമല്ലോ. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന് ഒരു അടി കൊടുക്കാൻ അവസരം കിട്ടിയാൽ ആ അവസരം പ്രയോജനപ്പെടുത്തുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എത്രയോ വിധികൾ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വന്നിട്ടില്ലേ? അപ്പോൾ ഇവരോട് ഒരു തെളിവ് ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അവസാനം കോടതി എന്ത് ചെയ്തു? കോടതി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ കോടതിക്ക് പുറത്ത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് നടത്തിക്കൊള്ളൂ. ഒരു കോടതിയിൽ അങ്ങനെ വിധി വരികയാണ്. അപ്പം ഞാൻ കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ആ കേസിൽ ഒരു മെറിറ്റുമില്ല എന്ന് ബോധ്യമാകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് കോടതി ചെയ്യുക. ഒന്നുകിൽ കേസ് തള്ളും. കേസ് തള്ളുന്ന സമയത്ത് കോടതിക്ക് ഒരു കാര്യം കൂടി പറയും, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കോടതിക്ക് പുറത്ത് വേണ്ട മധ്യസ്ഥം പറഞ്ഞോളൂ. തെളിവുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഏതെങ്കിലും കോടതി തെളിവുള്ള കേസിന് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് നടത്തണമെന്ന് പറയും? ഇല്ലല്ലോ, വിധിച്ചാൽ പോലെ. അപ്പോൾ ഇവരെ കയ്യിൽ ഒന്നുമില്ല. ഇവർക്ക് സംസ്ഥാന സർക്കാരിന് കേരളത്തിന് അർഹതപ്പെട്ടത് എന്തെങ്കിലും കിട്ടിയില്ല. കൂടുതൽ ചോദിക്കുന്നത് കിട്ടുന്നത് അത് വേറെ കാര്യം. ഇതിപ്പോൾ നിയമപരമായി കൊടുക്കാനേ സാധിക്കുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, കേരളത്തെക്കാൾ കൂടുതൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഗവൺമെൻറ്റാണ് തമിഴ്നാട് ഗവൺമെൻറ്, DMK ഗവൺമെൻറ്. ആ DMK ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ഞങ്ങൾ ഒരു പക്ഷപാതവും ഞങ്ങൾ കാണിക്കുന്നില്ലല്ലോ. തമിഴ്നാടിനോട് യാതൊരു വേർതിരിവും കാണിക്കുന്നില്ലെന്നോ? തമിഴ്നാടിന് അർഹതപ്പെട്ടത് നിഷേധിക്കാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് അർഹതപ്പെട്ടത് രാഷ്ട്രീയ വിവേചനത്തിനെ നിഷേധിക്കാൻ സാധിക്കില്ല. പിന്നെ തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയമായ എതിർപ്പെല്ലാം ഉയർത്തുമ്പോഴും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അവർ നിരാകരിക്കില്ല. അവരെല്ലാം ഫണ്ട് മേടിക്കും. ഈ കേരളത്തിലെ ഗവൺമെൻറ് വെറുതെ ആവശ്യമില്ലാതെ സമരം ചെയ്യാൻ വേണ്ടി പോയിട്ട് ഫണ്ട് ലാപ്സാക്കുകയാണ്. എത്ര പൈസയാണ് കേരളത്തിൽ ലാപ്സായി പോകുന്നതെന്ന് അറിയോ? ഈ പണമൊക്കെ നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് വേണ്ട പണമല്ലേ? അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് PMC പദ്ധതി. എത്രയായിരം കോടി രൂപയാണ് കേരളത്തിൽ കിട്ടുന്നത്. എന്താണ് ആ പദ്ധതിക്കുള്ള ബുദ്ധിമുട്ട്? ആ പദ്ധതി എന്തിനാണ് എതിർക്കുന്നത്? ഇപ്പോഴും കൃത്യമായ ഉത്തരവില്ലല്ലോ. ഇതാണ് കേരള ഗവൺമെൻറ് കുഴപ്പം. ഈ സുരേഷ് ഗോപി സക്സസ്ഫുൾ ആണെന്നുള്ള ഒരു അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയം എന്നുള്ളതിൽ കവിഞ്ഞ് പിന്നീടുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൽ ജനം തൃപ്തരാണ് എന്ന് തന്നെയാണോ BJPയുടെ ഒരു വിലയിരുത്തൽ? കേരളത്തിലെ മറ്റേത് പാർലമെന്റ് മെമ്പറേക്കാളും മണ്ഡലം ശ്രദ്ധിക്കുന്ന MP ആണ് സുരേഷ് ഗോപി. കാരണം തൃശ്ശൂരിലെ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ട്. അത് ആളുകളുടെ വ്യക്തിപരമായ പ്രശ്നമായാലും പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളിലും ആർക്കും അദ്ദേഹത്തെ സമീപിക്കാൻ സാധിക്കും. മണ്ഡലത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഞ്ചായത്തുകളെ സഹായിക്കുന്നുണ്ട്, കോർപ്പറേഷനെ സഹായിക്കുന്നുണ്ട്, അവിടുത്തെ ഓരോ പ്രശ്നവും പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ സംസ്ഥാന ഗവൺമെൻറ്റും തൃശ്ശൂർ കോർപ്പറേഷനും ഒരു സഹകരണം സുരേഷ് ഗോപിയോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് ഒരു സംവിധാനം ചെയ്യാൻ ശ്രമിച്ചു. സംസ്ഥാന സർക്കാർ അതിന് അനുവാദം കൊടുത്തില്ല, ജില്ലാ ഭരണകൂടം അനുവാദം കൊടുത്തില്ല. അവിടുത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് ചില സമീപനം, വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു വിദഗ്ധ സംഘത്തെ കൊണ്ടുവന്നു, അവരെ കൊണ്ട് പരിശോധിപ്പിച്ചു, അവർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരേണ്ട എല്ലാ പണവും സുരേഷ് ഗോപി തന്നെ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ ജില്ലാ ഭരണകൂടം അനുമതി കൊടുക്കണ്ടേ? ജില്ലാ ഭരണകൂടം അനുമതി കൊടുക്കാതെ അയാൾക്ക് ചെയ്യാൻ സാധിക്കില്ലല്ലോ. സംസ്ഥാന സർക്കാർ ഒരു പൈസ ചെലവില്ലാത്ത രീതിയിൽ അവിടുത്തെ വെള്ളക്കെട്ട് പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്ത് ചെയ്തോളാമെന്ന് പറഞ്ഞു. ഒരു എക്സ്പേർട്ട് ടീമിനെ കൊണ്ടുവന്നു, പരിശോധിച്ചു, പാക്കേജ് പദ്ധതി തയ്യാറാക്കി ജില്ലാ ഭരണകൂടത്തിന് കൊടുത്തു. ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏത് പാർലമെൻറ്റ് മെമ്പറേക്കാളും ആ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളോട് നല്ല സമീപനം സ്വീകരിക്കുന്ന MP ആണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തൃശ്ശൂരിലെ ജനങ്ങളുടെയും വിശ്വാസം അത് തന്നെയാണെന്നാണ് എൻ്റെ ബോധ്യം. ഈ നമുക്കറിയാം, സിനിമയിൽ നിന്നൊരു മാസ് എൻട്രി ഒക്കെ നടത്തി ആ ഒരു രീതിയിലാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ സിനിമകൾ അങ്ങനെയാണല്ലോ ജനം മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി രാഷ്ട്രീയത്തിലേക്കും അദ്ദേഹം അതേപടി നിൽക്കുന്നു എന്നുള്ളത് പലപ്പോഴും മുതിർന്ന നേതാക്കൾ പലപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഒരു പക്വതക്കുറവ് നേതാവ് എന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ടോ സുരേഷ് ഗോപിക്ക്? സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ നേതാവല്ലല്ലോ. സുരേഷ് ഗോപി ഒരു സിനിമാ പ്രവർത്തകനാണ് ആത്യന്തികമായിട്ട്.
ഏത് സിനിമാ നടൻ ഉണ്ടാകുന്നത് പോലെയുള്ള വൈകാരിക വിക്ഷോഭങ്ങൾ സുരേഷ് ഗോപിക്കും ഉണ്ടാകും. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു എന്താ പറയുക മമത മാധ്യമങ്ങൾ സുരേഷ് ഗോപിയോട് കാണിക്കുന്നില്ല. കേരളത്തിലെ മറ്റേതെങ്കിലും സിനിമാ നടന്മാർ പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും, അത് സിനിമാ നടനല്ലേ എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ആ ഒരു നീതി സുരേഷ് ഗോപിയോട് കൊടുക്കുന്നില്ല. അദ്ദേഹത്തെ എങ്ങനെയെല്ലാം പ്രകോപിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് മാധ്യമങ്ങൾ പരിശ്രമിക്കുകയാണ്. സ്വാഭാവികമല്ലേ? താങ്കളും ഇപ്പോൾ അതുപോലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. മുതിർന്ന പാർട്ടി നേതാക്കന്മാർ ആരാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാത്തത്? ആ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തിനാണ് അസ്വസ്ഥത ഉണ്ടാവുന്നത്? രാഷ്ട്രീയ ചോദ്യങ്ങളല്ലേ. സുരേഷ് ഗോപിയോട് ചോദിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തോട് വ്യക്തിഗതമായി അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ചോദിക്കുന്നത്. എന്തൊക്കെ ചോദ്യങ്ങളാണ്? അദ്ദേഹം സംസാരിച്ചാൽ കുഴപ്പം, സംസാരിച്ചില്ലേ കുഴപ്പം, ഭക്ഷണം കഴിക്കാൻ കൈ കഴുകിയാൽ കുഴപ്പം, കൈ കഴുകിയില്ലെങ്കിൽ കുഴപ്പം, ചിരിച്ചാൽ കുഴപ്പം, ചിരിച്ചില്ലെങ്കിൽ കുഴപ്പം. ഇതെന്തിനാണ് ഒരാളുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്? അപ്പം അദ്ദേഹം ഇറിറ്റേറ്റ് ആവില്ല, സ്വാഭാവികമല്ലേ? എന്തിനാണത്? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ സുദീർഘമായ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടാണ്, അത് അദ്ദേഹത്തിനില്ലല്ലോ. അദ്ദേഹം ആത്യന്തികമായൊരു സിനിമാ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് അദ്ദേഹം ധാരാളം സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടുന്നു, ഇപ്പോഴും ഇടപെടുന്നു. നാം മനസ്സിലാക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹം കയർത്ത് സംസാരിക്കുന്നു എന്നൊക്കെ പരാതിപ്പെടുന്നവരുണ്ടാകാം. പക്ഷെ അതിനൊരു മറുവശമില്ലേ? അദ്ദേഹം സഹായിക്കുന്ന പോലെ കേരളത്തിൽ ആരാ സഹായിക്കും? സോഷ്യൽ ആക്ടിവിറ്റിക്ക് രാഷ്ട്രീയം വേണമെന്നില്ലല്ലോ. അല്ല, അതിനെന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാവാകണമെന്നില്ലല്ലോ? ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് അദ്ദേഹം അത് മുമ്പും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണല്ലോ. അതാണല്ലോ അദ്ദേഹത്തെ ജനങ്ങൾ രാഷ്ട്രീയ നേതാവും എം പിയും മന്ത്രിയുമായതിനു ശേഷം അദ്ദേഹം അത് ഉപേക്ഷിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? അല്ല, അത് സോഷ്യൽ ആക്ടിവിറ്റി അങ്ങനെ തന്നെ പാകത എന്തുകൊണ്ട് വരുന്നില്ല? പാകത എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കേണ്ടതല്ലോ. പാകത എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവണം. ഒരാളെ നിങ്ങൾ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അതാണല്ലോ ഞാൻ പറയുന്നത്. ഒരു വ്യക്തിയെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതും ഇല്ലാതൊക്കെ പറഞ്ഞ് അയാൾ രാവിലെ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കണമെന്ന് തീരുമാനമായിട്ട് ഒരാൾ വന്നാൽ എന്താ ചെയ്യാം? ചില ആളുകൾ നിങ്ങൾ എത്ര ചോദ്യം ചെയ്താലും പ്രകോപിതനാവില്ല. ഇപ്പം എല്ലാവർക്കും സാധിക്കില്ലല്ലോ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ചോദിക്കാൻ സാധിക്കുമോ? ചോദിച്ചിട്ടില്ലേ മുൻകാലങ്ങളിൽ? ചോദിച്ചതിന് മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറുപടി പിന്നെ ആരെങ്കിലും പ്രതിഷേധിച്ചോ? ആരെങ്കിലും പ്രതികരിച്ചോ? ഇല്ലല്ലോ. പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പോലും ശൈലി മാറ്റിയല്ലോ. ഇപ്പോ അദ്ദേഹം ഒരു ശൈലി ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ സ്ഥായിയായത് മാറ്റാൻ ആർക്കും പറ്റില്ല. അതും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ അദ്ദേഹം PR വർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രസ് ക്ലബ്ബുകളിൽ പത്രസമ്മേളനം. പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി അല്ല ഇപ്പൊ മുഖ്യമന്ത്രിയായ പിണറായി. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് സംയമനം പാലിക്കാൻ അദ്ദേഹം മനസ്സിലാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഇപ്പോഴും പ്രകോപിതനാകും. അദ്ദേഹം പരിശ്രമിക്കുന്നത്. പക്ഷേ ഏത് വാർത്താ സമ്മേളനത്തിലും ഒരു ചോദ്യം 2 പ്രാവശ്യം ചോദിച്ച് അദ്ദേഹം പ്രകോപിതനാകും. നമ്മളോടൊക്കെ ഒരാൾ എത്ര ചോദ്യം ചോദിക്കുന്നുണ്ട്, തിരിച്ചും മറിച്ച് ചോദ്യങ്ങളെ. മുഖ്യമന്ത്രിയോട് ഒരേ ചോദ്യം 2 പ്രാവശ്യം ചോദിച്ചാൽ അപ്പം അദ്ദേഹം പ്രകോപിതം. ഇപ്പം ഈ റീസെൻ്റ് ആയിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് അറിയാലോ. തിരുവനന്തപുരത്ത് ഒരു മാധ്യമ പ്രവർത്തനം പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ചത് നമ്മളെ കണ്ടതാണല്ലോ. അപ്പം അദ്ദേഹം PR വർക്കിൻ്റെ ഭാഗമായിട്ട് പ്രസ് ക്ലബ്ബുകളിൽ വാർത്താ സമ്മേളനം നടത്തി കുറച്ചുകൂടി പത്രപ്രവർത്തകരായി മിങ്കിൾ ചെയ്യണം, താങ്കൾ ഈ പറഞ്ഞതുപോലെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എറണാകുളത്ത് അഡ്ജസ്റ്റ് ചെയ്തു. കോഴിക്കോടെത്തിയപ്പോഴേക്ക് മാറി. കോഴിക്കോട് അദ്ദേഹം പ്രകോപിതനായി, പഴയതുപോലെ തന്നെ പ്രകോപിതനായി. പഴയ ചില സംഭവങ്ങൾ ഒരു പത്രപ്രവർത്തനം ഓർമ്മിച്ചപ്പോൾ അദ്ദേഹം വളരെ പ്രകോപിതനായി. അത് പിന്നെ ഈ പഴയ പാർട്ടി സെക്രട്ടറി പിണറായി മനസ്സിലുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്നതിൽ അഭിനയിക്കാൻ ശ്രമിക്കുകയാണ്. അത് ചിലപ്പോൾ പൊട്ടിപ്പോവും. അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുന്നില്ല, അത് സ്വാഭാവികമാണ്, മനുഷ്യരാണെന്ന് എല്ലാവരും. ഞാൻ ചോദിക്കുന്നത്, സുരേഷ് ഗോപി ചെയ്യുന്ന സോഷ്യൽ ആക്ടിവിറ്റിക്ക് ഒരു മാർക്ക് കൊടുക്കണ്ടേ? അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം ആരെയും ആക്ഷേപിക്കുന്നു ചീത്ത പറയുന്നില്ലല്ലോ. അതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ലല്ലോ. ആരെങ്കിലും അദ്ദേഹം ആക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുന്നുണ്ടോ? പക്ഷെ അദ്ദേഹത്തെ പോലെ കോർണർ ചെയ്തിട്ടുള്ള മറ്റാരാണുള്ളത്? എന്തിനും ഏതിനും അദ്ദേഹത്തെ വ്യക്തിപരമായി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ? എല്ലാവർക്കും ബോധ്യമുള്ള കാര്യങ്ങൾ പോലും സുരേഷ് ഗോപി ഉദാഹരണമായിട്ടൊരു കേസ് വന്നു അദ്ദേഹത്തിനായിട്ട്. ആ കേസിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്നായി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ കോടതിയുള്ള കാര്യമാണ് ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ആരെക്കുറിച്ച് വ്യക്തിപരമായി പറയുന്നില്ല. പക്ഷേ എന്തിനാണ് എല്ലാറ്റിനും അദ്ദേഹത്തിന് ഇങ്ങനെ കോർണർ ചെയ്തത്? അപ്പം അദ്ദേഹം പ്രകോപിതനാകും, സ്വാഭാവികമാണ്. അതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ നേതാക്കന്മാർക്ക് അദ്ദേഹത്തെ ഇങ്ങനെ അടക്കി നിർത്താൻ പ്രയാസമുള്ളൊരു ആളാണോ സുരേഷ് ഗോപി ശരിക്കും? പാർട്ടിക്ക് അതീതമായി സംസാരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ആരും അങ്ങനെ അടക്കി നിർത്താൻ ശ്രമിക്കുന്നില്ല. സുരേഷ് ഗോപി ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന വ്യക്തിയാണ്.
ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്നു അദ്ദേഹം. നമ്മൾ പറയില്ലേ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാൻ കൊള്ളില്ല എന്ന് പറയുന്ന പോലെ അപ്പൊ ഇത് അടക്കി നിർത്താനുള്ള പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ അനുഭവ വിസ്താരത്തിന് അദ്ദേഹത്തെ ഇങ്ങനെ ആൾക്കാർ ചൊറിഞ്ഞുകൊണ്ടിരുന്ന എന്ത് ചെയ്യാൻ പറ്റൂ? അതാണ്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ നോക്കുന്നത് സുരേഷ് ഗോപിയുടെ ആ മണ്ഡലത്തിലെ പ്രവർത്തനം, മന്ത്രി എന്നുള്ളതിലൊക്കെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ കേരളത്തിന് മറ്റല്ല. ഞാൻ കേരളത്തിൽ ആരാണ് സ്വന്തം അധ്വാനത്തിൻ്റെ പണം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത്? സുരേഷ് ഗോപി സഹായിക്കുന്ന മുഴുവൻ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ പണമാണ്, അധ്വാനത്തിൻ്റെ ഭാഗമായി കിട്ടുന്ന പണമാണ്. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തി അദ്ദേഹത്തെ ബോധപൂർവ്വം മുറിവേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അദ്ദേഹം പ്രകോപിതനായി പോകും. സ്വാഭാവികമാണ്, ക്വൈറ്റ് നാച്ചുറലാണ്. കഴിഞ്ഞ ഒരു വലിയ കാലഘട്ടത്തെ രാഷ്ട്രീയ ജീവിതം വെച്ച് സംതൃപ്തനാണോ രാഷ്ട്രീയത്തിൽ? തീർച്ചയായിട്ടും. എന്നെപ്പോലൊരു സാധാരണക്കാരന് BJP രാഷ്ട്രീയത്തിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു വലിയ രാഷ്ട്രീയ പിൻബലമുള്ള കുടുംബത്തിൽ വന്നതില്ല, സാധാരണ കുടുംബത്തിൽ വന്നിട്ടുള്ള ആളാണ്. ഞാൻ മനസ്സിലാക്കിയത് സംഘത്തിലൂടെയാണ് വന്നത്. ABVP ആയി, ABVP ശേഷം യുവമോർച്ചയായി, യുവമോർച്ച ശേഷം BJP-യിലേക്ക് വന്ന് എനിക്ക് എല്ലാ അവസരങ്ങളും പാർട്ടി തന്നിട്ടുണ്ട്. ഞാൻ 28ാമത്തെ വയസ്സിൽ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ്. ഞാൻ 31ാമത്തെ വയസ്സിൽ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, 32ാമത്തെ വയസ്സിൽ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറികളാണ്. ആ ചെറിയ പ്രായത്തിൽ അത്രയും വലിയ പോസ്റ്റ് ഇരിക്കാൻ അവസരം വേറെ വളരെ BJP അല്ല ഇന്ന്. BJP എന്നും ഒരുപോലെ മാറ്റം വന്നല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് കുറേ കൂടി അംഗീകാരങ്ങൾ കിട്ടേണ്ട സമയമാണെന്ന് സ്വയം ഞാൻ പറഞ്ഞു. ഇതിനേക്കാൾ കൂടുതൽ എന്ത് അംഗീകാരമാണ് കിട്ടേണ്ടത്? പിന്നെ MLA MP ഒന്നും ആകാൻ സാധിക്കാത്ത പാർട്ടിയുടെ കുഴപ്പം കൊണ്ടല്ലോ, അത് പാർട്ടിയുടെ കുഴപ്പമല്ലല്ലോ. അതിപ്പോ ഞാൻ എന്നോട് എനിക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പാർട്ടി തന്നിട്ടുണ്ടല്ലോ. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ പാർട്ടി തന്നു. ഞാൻ ആദ്യം മത്സരിക്കുന്നത് ചെങ്ങന്നൂരാണ്. അന്ന് ചെങ്ങന്നൂർ ഏറ്റവും നല്ല മണ്ഡലങ്ങളൊന്നായിരുന്നു. ഞങ്ങളുടെ A ക്ലാസ് മണ്ഡലമായിരുന്നു. ഞാനവിടെ ആദ്യം മത്സരിച്ചു. പിന്നെ ഞാൻ ആറന്മുളയിലും പത്തനംതിട്ടയും മത്സരിച്ചു. നല്ല മണ്ഡലങ്ങളാണ്. കോഴിക്കോട് എനിക്ക് അവസരം തന്നു. എനിക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ അവസരം തന്നിട്ടുണ്ട്. പാർട്ടി ഭാരവാഹി, ഞാൻ ഈ പാർട്ടിയിലെ എല്ലാ ചുമതലകളും വഹിച്ചിട്ടുണ്ട്, ഒരു പോസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. അപ്പം അതിനേക്കാൾ കൂടുതൽ സംതൃപ്തി ഞാൻ അതുമായി മറ്റുള്ളവരെ താരതമ്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് പലർക്കും അതൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്, സംതൃപ്തനാണ്. ഓക്കെ, താങ്ക് യു.